യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ ത്രിത്വം എന്ന വിഷയത്തിൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ത്രിത്വത്തെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുക. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ത്രിത്വത്തെക്കുറിച്ച് ധാരാളം വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ സാധിക്കും. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം ഏക ദൈവമാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. പിതാവ് ദൈവമാണ്, യേശുക്രിസ്തു ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഏക ദൈവത്തിൻ്റെ പരസ്പര ബന്ധത്തിൻ്റെ ദൈവശാസ്ത്ര നിർവചനമാണ് ത്രിത്വം എന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം തിരുവചനം. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഞങ്ങൾ എന്നത് ത്രിത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പിതാവും പുത്രനും ഉള്ളിടത്ത് പരിശുദ്ധാത്മാവും സന്നിഹിതനാണ് എന്നർത്ഥം. ഈശോയുടെ വചനം പാലിക്കുന്നവരുടെ ഹൃദയം ത്രിയേക ദൈവത്തിൻ്റെ വാസസ്ഥലമായിത്തീരുന്നു എന്നർത്ഥം. വിശ്വാസിയിൽ യാഥാർത്ഥ്യമാകുന്ന സ്വർഗീയ അനുഭവമാണ്, ത്രിത്വാത്മക രഹസ്യമാണ് ഈ വചനത്തിലൂടെ നാം ഗ്രഹിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വാസസ്ഥലം മനുഷ്യഹൃദയമാണ്. മനുഷ്യഹൃദയം അഥവാ മനുഷ്യജീവിതം ദൈവഭവനമായി മാറുമ്പോൾ അവിടെ സ്വർഗം യാഥാർത്ഥ്യമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 22-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണെന്ന് നമുക്കറിയാം. സ്വർഗം തുറക്കുകയും ഒരു സ്വരം ഉണ്ടാവുകയും ചെയ്തു. സ്വരം പിതാവിൻ്റേതാണ്. സ്നാനാർത്ഥി ആരാണ്? യേശുവാണ്. അതുകൊണ്ട് ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സന്നിഹിതരാണ് എന്നർത്ഥം. ഇത് ത്രിത്വത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊറിന്തോസ് 12-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഇപ്രകാരം കാണാം. ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വൈക ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂദായുടെ ലേഖനം ഒരു അധ്യായമാണല്ലോ ഉള്ളത്. യൂദായുടെ ലേഖനത്തിലെ 1-ാം അധ്യായം 20-ാം തിരുവചനം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് പ്രാർത്ഥിക്കുക എന്നർത്ഥം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെയാണ് ദൈവസ്നേഹം എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത്. 1 യോഹന്നാൻ 4-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെയാണ് ദൈവസ്നേഹം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവസ്നേഹത്തിൽ കാത്തുകൊള്ളുവിൻ എന്ന് പറയുമ്പോൾ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതായത് സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിന് മറുപടി നൽകണം എന്നർത്ഥം. ദ വെർട്ടിക്കൽ ആക്സിസ് ആൻഡ് ഹൊറിസോണ്ടൽ ആക്സിസ്. അതായത് ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹം, അതാണ് യഥാർത്ഥ സ്നേഹം, ദൈവസ്നേഹം. ഈ സ്നേഹമാണ് നാം യേശുവിൻ്റെ കുരിശിൽ കാണുക. വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുമ്പോൾ അത് ദൈവത്തോടുള്ള സ്നേഹത്തെയാണ് പ്രതിനിധീകരിക്കുക. അതുപോലെ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുമ്പോൾ അത് സഹോദരങ്ങളോടുള്ള സ്നേഹത്തെയാണ് കാണിക്കുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇവിടെയും ത്രിത്വത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നർത്ഥം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും 2 കൊരിന്തോസ് 13-ാം അധ്യായം 13-ാം തിരുവചനം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യകുലത്തിന് അർഹതപ്പെടാത്തതും അതേസമയം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിലൂടെ സമൃദ്ധമായി ചൊരിയപ്പെട്ടതുമായ ദൈവീക ദാനമാണ് ഇവിടെ കൃപ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം ക്രിസ്തുവിലൂടെ മനുഷ്യകുലവുമായി അനുരഞ്ജനപ്പെട്ടതിലൂടെ ദൈവസ്നേഹം പ്രകടമാക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യനെ ദൈവവുമായി സമാധാനത്തിലാക്കുന്ന ദൈവിക ദാനമാണ് ദൈവിക സ്നേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മാമോദീസായിലൂടെ ക്രിസ്തുവുമായി ഏക ശരീരമാകുന്ന ഓരോ വിശ്വാസിയും അവിടുത്തെ അരൂപിയോട് പങ്കുചേരുന്നു എന്നർത്ഥം. ഈ പങ്കുചേരൽ യാഥാർത്ഥ്യമാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. ഇവിടെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തെ വെളിപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫേസ്യർക്കുള്ള ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണ് ഉള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. സകലതിലും ഉപരിയും സകലതിലൂടെയും സകലതിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെയും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിത്വൈക ദൈവത്തെ വെളിപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 55-ാം തിരുവചനം. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. അതായത് സ്തെഫാനോസ് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ ചെയ്ത ആ നീണ്ട പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം സംഘത്തെ പ്രകോപിപ്പിക്കുകയും ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് സംഘത്തിലുള്ളവർ സ്തെഫാനോസിൻ്റെ അരികിലേക്ക് പാഞ്ഞടുക്കുകയും ചെയ്തപ്പോൾ സ്തെഫാനോസ് കണ്ട ആ ദിവ്യ ദർശനമാണ് നാം ഇപ്പോൾ കേട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെയും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിത്വൈക ദൈവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം പഠിപ്പിക്കുകയും അനുസ്മരിപ്പിക്കുകയുമാണ് എന്നർത്ഥം. ഇവിടെ എൻ്റെ നാമത്തിൽ എന്നത് യേശുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന ത്രിത്വക ദൈവത്തെ വെളിപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാം തിരുവചനം. ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്നും പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷി നൽകും. അതായത് ശിഷ്യർ ലോകത്തിൽ നിന്നും പീഡനങ്ങൾ സഹിക്കുമെങ്കിലും അതിൽ അവർ നിരാശപ്പെടേണ്ടതില്ല. കാരണം എന്താ? ഈശോ പിതാവുമായി പങ്കിട്ടനുഭവിക്കുന്ന അരൂപിയാൽ ശക്തി പ്രാപിച്ച് ആ പീഡനങ്ങളുടെ മധ്യേ അവർ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് ഇവിടെ ഉറപ്പ് കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെന്തക്കോസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവിനാൽ ശാക്തീകരിക്കപ്പെട്ട അപ്പസ്തോലന്മാർ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ പോലും ധീരതയോടെ യേശുവിനെ സാക്ഷി നൽകുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാവുന്നതാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 10-ാം തിരുവചനം. നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇത് അറിഞ്ഞിരിക്കട്ടെ, നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസറായനായ
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖപ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിശിഹായിൽ പ്രിയമുള്ളവരെ, ഇനിയും ധാരാളം വചനഭാഗങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടെത്തുവാൻ സാധിക്കും. അതിനാൽ പരിശുദ്ധ ത്രിത്വം ഒരു ദൈവിക വെളിപാടായിട്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രത്യാശയെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വർഗീയ യാത്ര നമുക്ക് തുടരാം. അതിനുവേണ്ട കൃപ സർവശക്തനായ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. ശേഷം അടുത്ത എപ്പിസോഡിൽ